ഓണം എന്ന ഈ മഹോത്സവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ പല വിശിഷ്ടാതിഥികളും പറഞ്ഞതുപോലെ 3 സവിശേഷതകളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതിലാദ്യം മലയാളികൾക്ക് മാത്രം സ്വന്തമായ ഏറ്റവും മലയാളീകരിക്കപ്പെട്ട ഒരാഘോഷമാണ് ഓണമെന്ന്. ഒരു കലണ്ടർ വർഷത്തിൽ ചുമന്ന മഷിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പല അവധികളിലും പല ആഘോഷങ്ങളിലും വെച്ച് ഒരുപക്ഷെ ലോകത്തെവിടെയുള്ള മലയാളിക്കും എന്റേത് എന്ന് പൂർണ്ണമായി അവകാശപ്പെടാൻ സാധിക്കുന്ന ഏക ഉത്സവം ഓണമായിരിക്കും. 2, ജാതി മതഭേദമന്യേ പ്രത്യേകിച്ച് മറ്റ് യാതൊരു അജണ്ടകളും ഇല്ലാത്ത നന്മയെ മാത്രം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യവും ഒരുപക്ഷെ നന്മ ആഘോഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. 3, ഐതിഹ്യപരമായിട്ടാണെങ്കിലും നിയമത്തിനും അച്ചടക്കത്തിനും സമ്പ്രദായങ്ങൾക്കും വിധേയമായ ഒരു കേരളം എങ്ങനെയാകണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു മഹാരാജാവിന്റെ തിരിച്ചുവരവിനെ അനുസ്മരിക്കുന്ന ഉത്സവമാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടും ഒരുപക്ഷെ ഇന്ന് ഈ സമൂഹത്തിന് ആവശ്യമായ ഒരു ഉത്സവമാണ് മലയാളിയുടെ സ്വന്തം ഓണം. അത്തരമൊരു ആഘോഷത്തിന്റെ, അത്തരമൊരു ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുന്ന ഈ വേദിയിൽ വെച്ച് സംസ്ഥാന സർക്കാരാൽ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ അംഗീകാരമായി, ഒരു വലിയ നേട്ടമായി ഞാൻ കാണുന്നു. അതും ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നടക്കുന്നുവെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഐശ്വര്യവും സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞൊരു ഓണം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.